സന്തോഷേട്ടാ ഇതെന്താ റോസാപ്പൂ ഒക്കെ ഇട്ട്? റോസാപ്പൂ ഇട്ട് അടുക്കളയിൽ ഒരു പരിപാടിയുണ്ട്. അടുക്കളയിൽ എന്നാണ് കണ്ടിട്ട് നമുക്ക് കാണാം. റോസാപ്പൂ ഇട്ട് അടുക്കളയിലോട്ട് പോയി. ഇപ്പൊ ചേച്ചി വന്നിട്ടുണ്ട്. ഇതെന്താണ് സംഭവം? നമ്മുടെ ഈ റോസാപ്പൂ എന്ന് പറഞ്ഞാൽ ഒരു 5 എണ്ണം വേണ്ടി വരും. നമുക്കൊരു ചെറിയ പരിപാടി നമ്മൾ ചെയ്യാൻ പോകുന്നത്. 5 എണ്ണം എടുത്തിട്ടുണ്ട്. 5 എണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പൂവെടുത്ത് വെള്ളത്തിലേക്ക് ഇടും. അടിപൊളി. ഇത് അടുപ്പ് കത്തിക്കുവാണ്. ഗ്യാസ് കത്തിച്ചു. ഇനി ഇത് തിളയ്ക്കണം. വെള്ളം റോസാപ്പൂ തേയും കൊടുക്കുവാണ് മാത്രം. വെള്ളോ റോസാപ്പൂ മാത്രം ഇത് തിളയ്ക്കണം. എന്താ അതിന്റെ കാര്യം എന്ന് ചോദിച്ചാൽ, നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങിക്കുന്ന റോസ് വാട്ടർ എന്ന് പറയുന്ന സാധനം ഒറിജിനലായിട്ടല്ല. കാരണം റോസ് വാട്ടറിന്റെ ഒറിജിനലെ കുറിച്ച് തേടിപ്പോയാൽ നമ്മൾ കുറെ യാത്ര ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതിനും ആയുർവേദത്തിൽ പല മരുന്നിനും യഥാർത്ഥമായിട്ട് റോസ് വാട്ടർ ഉണ്ടാക്കുന്നത് ഇതേപോലെ റോസാപ്പൂ. അത് എല്ലാവരും പറഞ്ഞിരുന്ന ഒരു സാധനമല്ല. ഞങ്ങൾ പല പ്രോഡക്റ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ റോസാപ്പൂ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം ഊറ്റി മാറ്റി കഴിഞ്ഞാൽ നമുക്കൊരു സംഭവം ഞാൻ കാണിക്കാം. നമുക്ക് കാണാം. തിളയായല്ലേ? തിളയായി. ഇനിയും തിളയ്ക്കണം. നല്ല വൃത്തിക്ക് തിളച്ച് ഇതിന്റെ സത്ത് ഇറങ്ങണം. ആ ഒരു സത്തൊക്കെ അതിനകത്തേക്ക് ഇറങ്ങണം. നല്ല വൃത്തിക്ക് സത്ത് ഇറങ്ങണം. നമ്മൾ കൊണ്ടുവന്ന റോസാപ്പൂ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറെ ദിവസം ഉപയോഗിക്കാൻ പറ്റും. ഒറ്റ പ്രാവശ്യം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാൾ ഉപയോഗിക്കാം. ഫ്രിഡ്ജ് വെച്ചാൽ അപ്പൊ എങ്ങനെ നമുക്ക് കാണാം. ഈ റോസാപ്പൂ പറിക്കുമ്പം നമ്മുടെ വീട്ടിലുള്ള റോസാപ്പൂ ആണ് ഏറ്റവും സൂപ്പർ. കാരണം അതിനകത്ത് ഒരു കെമിക്കലും ഒരു സാധനമില്ല. ഇതിപ്പോ നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റോസാപ്പൂ വാങ്ങിച്ചത്. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള റോസാപ്പൂ എടുത്ത് ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ ഒരു കെമിക്കലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ഏത് റോസാപ്പൂ ആയാലും നമ്മുടെ വീട്ടിലെ റോസാപ്പൂ അടിപൊളിയാണ്. ഒരു 10-15 മിനിറ്റ് തിളച്ച് ഒരു 10-20 മിനിറ്റ് ആയാലും കുഴപ്പമില്ല. നല്ല വൃത്തിക്ക് തിളച്ചിറങ്ങണം ഇതിന്റെ അകത്ത്. ഇനി നമുക്ക് ഒന്ന് ഗ്യാസ് ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതേപോലെ ഒരു കുപ്പിയായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് ഇത് ഒഴിച്ചു വെക്കുക. എന്നിട്ട് ചെറുത് നിങ്ങളുടെ ഇഷ്ടമുള്ള കുപ്പി എടുക്കുക. എന്നിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് അങ്ങ് മാറ്റുക. സ്ഥിരമായിട്ട് ചില്ലിന്റെ ഇതിലോട്ട്. എന്നിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം ആ തണുപ്പോടെ എടുക്കുക. എന്നിട്ട് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ. എന്നിട്ട് ഇപ്പൊ ഗ്ലാസ്സിലോട്ട് എടുക്കാം. ഗ്ലാസ്സിലോട്ട് ഇപ്പൊ എടുക്കാം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇപ്പൊ ഗ്ലാസ്സിലോട്ട് എടുക്കാം. അടിപൊളി കളർ കണ്ടോ? ഇത്ര മതി. നമ്മൾ ഈ കസ്തൂരി മഞ്ഞൾ എല്ലാവരും പറയുന്നത് മഞ്ഞ കളർ എന്നല്ലായിരുന്നോ? ഇടയ്ക്കൊക്കെ നമ്മുടെ വീഡിയോയും പലരും വീഡിയോ ഇട്ടാണ് ഈ വെള്ള കളർ കറക്റ്റ് ആയത്. ഇത് കണ്ടോ? ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ വെണ്ണയുടെ കളറാ. ഉള്ളിൽ വെണ്ണ കളർ. മഞ്ഞ. ഇതിന്റെ മണം എന്ന് പറഞ്ഞാൽ അസാധ്യ മണമാണ്. കഴുകണം. ഒരു 2-3 വെള്ളത്തിൽ കഴുകണം. കഴുകിയതിന് ശേഷം നല്ല വൃത്തിയായിട്ട് കഴുകണം. കഴുകിയതിന് ശേഷം കഴുകിയത് ഒരു 3 വെള്ളത്തിൽ നല്ല വൃത്തി കഴുകിയതിന് ശേഷം ഇതുപോലെ അരിയണം. ഇതുപോലെ അരിയുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, ഇത് നിഴലത്തെ ഉണങ്ങാവുള്ളൂ. ഓവർ വെയിലത്ത് ഉണങ്ങരുത്. എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ഡയറക്റ്റ് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം നഷ്ടപ്പെടും. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നിഴലത്ത് ഉണക്കണം. അപ്പൊ കുറെ ദിവസം വേണം ഉണങ്ങാൻ. ഉണക്കിയതുകൊണ്ട് കാണിക്കാം. ഇതുപോലെ നിഴലത്ത് ഉണങ്ങണം. കുറച്ച് ദിവസം എടുക്കും. ഇത് കഴിഞ്ഞിട്ടാണ് ഇതെങ്ങനെ തേക്കണം എന്നുള്ള രീതിയെല്ലാം നമുക്കിപ്പോൾ കാണാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ റോസ് വാട്ടർ. ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള റോസാപ്പൂ കൊണ്ട്. അപ്പൊ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യമേ കണ്ടൊരു സാധനമുണ്ട്. എന്തോന്നറിയോ? കസ്തൂരി മഞ്ഞൾ. ഈ കസ്തൂരി മഞ്ഞൾ നമുക്കിപ്പം 1000 രൂപ കൊടുത്ത് ഫേഷ്യൽ ചെയ്യുന്നതിനെക്കാട്ടിലും മുഖത്തിന് ഏറ്റവും അടിപൊളിയാണ് ഈ സംഭവം. കസ്തൂരി മഞ്ഞൾ ഇത് ഇത്ര എടുക്കുന്നു. ഇത്രയും മതി. അത് തന്നെ കൂടുതലാ. ഇത് കാണിക്കാൻ വേണ്ടി എടുക്കുക. എന്നിട്ട് ചൂടാറിയിട്ട് ഇത് ഫ്രിഡ്ജിൽ നിന്ന് തന്നെ എടുക്കുന്നത് നല്ലത്. ഫ്രിഡ്ജിൽ നിന്ന് തന്നെ എടുക്കുന്ന റോസ് വാട്ടർ നല്ല വൃത്തിക്ക്, വേറെ ഒരു പണിയില്ല. ഇങ്ങനെ നല്ല വൃത്തിക്ക് നല്ലപോലെ ഇതാക്കി കൊടുക്കുക. അത് വൈകിട്ടേ ചെയ്യാവുള്ളൂ. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ടേ ഇത് ചെയ്യാവുള്ളൂ. അങ്ങനെ ചെയ്യാവുള്ളൂ. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ. ഇത് കണ്ടോ? ഇനി എടുത്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഒരാളെ ചെയ്ത് കൊടുക്കണമെന്നില്ല. പിന്നെ മാത്രമല്ല പുരുഷന്മാരൊക്കെ വിചാരിക്കും മഞ്ഞൾ തേച്ചാൽ മീശ കളിക്കത്തില്ല. ഒരിക്കലും ഇതില്ല. ഇത് കസ്തൂരി മഞ്ഞൾ വെള്ളയാണ്. ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇത് നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. മുഖം ഫുള്ളായിട്ട് തേക്കുക. മുഖം എവിടെയൊക്കെ ഇതുണ്ടോ ഇവിടെ എല്ലാം തേച്ച് കൊടുക്കുക. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കെമിക്കലായിട്ടുള്ള കുറേ ഫേഷ്യലൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ ഓവറായിട്ട് ചെയ്ത് നമുക്ക് തൊലി ചുളുങ്ങിയൊക്കെ പോകും. ഇത് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൊട്ട് നമ്മുടെ സോപ്പിനകത്തായാലും നമ്മുടെ പല പ്രോഡക്റ്റിനകത്ത് ഇത് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. കഴുത്തിന്റെ ഈ ഭാഗത്തോട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. റോസ് വാട്ടർ മാത്രം ഫ്രിഡ്ജ് വെച്ചാൽ അപ്പം തണുപ്പോടെ എടുക്കുമ്പം നല്ല തേക്കുമ്പോൾ നല്ല ഒരു കൂളിംഗ് ആയിരിക്കും. പിന്നെ മറ്റേ ഈ മഞ്ഞ കസൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും സാധനം തേക്കുന്നതിൻ്റെ കൂട്ട് പുകച്ചിലൊന്നുമില്ല. ഇത് നല്ല തണുപ്പാണ്. എങ്ങനെയുണ്ട് സന്ധ്യ? തണുപ്പുണ്ടോ? നല്ല തണുപ്പല്ലയോ? ആ ഒരു സുഖം ഇതിൻ്റെ അകത്ത് കിട്ടും. പിന്നെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറിനകത്ത്
നമുക്കിത് കഴുകി കളഞ്ഞാൽ മതി. കണ്ണിന്റെ അവിടെ ആ ഇതിന്റെ അവിടെ ഒരു വിഷയമില്ല, ഒരു പ്രശ്നമില്ല. എൻ്റെ മക്കളെ എല്ലാം തേക്കുന്നുണ്ട്, അവരെല്ലാം കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിപ്പം നമ്മുടെ ഇന്ന് വാങ്ങിച്ചിപ്പം 1000 ആൾക്കാർ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ പണി കഴിഞ്ഞു. സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെള്ള കസൂരി മഞ്ഞൾ നമ്മൾ തന്നെ കൃഷി ചെയ്തതാണ്. അതിന്റെ ഒരു ഇതിപ്പം ഇത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ നമ്പറുണ്ട്, ഈ വീഡിയോയ്ക്ക് തന്നെ നമ്പറുണ്ട്, ഇതിന്റെ കമന്റ് ബോക്സിൽ നമ്പറുണ്ട്. ആ നമ്പർ തന്നെ വാട്സാപ്പ് നമ്പർ, അതിലേക്ക് അഡ്രസ്സും പിൻകോഡ് നമ്പറും വിളിച്ചാൽ കിട്ടുന്ന നമ്പറോട് ചേർത്ത് അയച്ചാൽ മതി. ഈ നമ്പർ ഗൂഗിൾ പേ നമ്പർ, പേയ്മെന്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്ന, നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു 13 വർഷത്തിൽ കൂടുതലായി നല്ല റിസൾട്ട് ഉള്ള സാധനമാണ്. ഇത് ഒരുപാട് ഉപയോഗിക്കാം. പിന്നെ ഇവിടെ കണ്ണിലുള്ള കറുപ്പുകൾ അതുപോലെ നല്ല ക്ലിയർ ആവാൻ ഉപയോഗിക്കാനുണ്ടല്ലേ, ഇഷ്ടം പോലെ ദിവസം ഉപയോഗിക്കാനുള്ളതുണ്ട്. അതുപോലെ കറുപ്പ്, കയ്യട, ഇത് ചെറിയ പാടുകൾ, പിന്നെ ചെറിയ കുരു, മോക്കുരു, ഇങ്ങനെയുള്ള സാധനത്തിനെല്ലാം നല്ലതാണ്. മാത്രമല്ല റോസ് വാട്ടർ ഒറിജിനൽ ആവുന്നതുകൊണ്ട് നല്ല കൂളിംഗ് ആണ്, മുഖത്തിനൊക്കെ അടിപൊളിയാണ്.